എന്താണ് നോട്ട്ബുക്ക് എല്ലാം? നോട്ട്ബുക്ക് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നോട്ട്ബുക്ക് എല്ലാമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോട്ട്ബുക്ക് എല്ലാം ട്യൂട്ടോറിയൽ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നില്ല. അത് പറയാതിരുന്നത് ഈ പാർട്ട് 2 നോട്ട്ബുക്ക് എല്ലാമിനെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നോട്ട്ബുക്ക് എല്ലാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യുമെന്റ്സ് അനുസരിച്ച് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്ത് എങ്ങനെ ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നോട്ട്ബുക്ക് എല്ലമിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ചെയ്തത് നോട്ട്ബുക്ക് എല്ലമിൻ്റെ ഒരു പുതിയൊരു പ്രോജക്റ്റ് എടുത്തു. അതിലേക്ക് എന്താണ് നോട്ട്ബുക്ക് എല്ലാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെബ്സൈറ്റുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഗൂഗിളിൻ്റെ തന്നെ നോട്ട്ബുക്ക് എല്ലാം ഹെൽപ്പ്, ഇതിനകത്ത് ഇത് ഓരോ ഫീച്ചേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ പേജസ്, അതിൻ്റെ URL നേരെ ഇതിൽ നിന്ന് കോപ്പി ചെയ്ത് ആഡ് സോഴ്സസിലേക്ക് നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ സെക്ഷൻ എടുത്ത് അവിടേക്ക് പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്ത് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ സോഴ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20ഓളം സോഴ്സ് നമ്മൾ നോട്ട്ബുക്ക് എല്ലമിനെ കുറിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോട്ട്ബുക്ക് എല്ലമിനെ കൊണ്ട് തന്നെ എന്താണ് നോട്ട്ബുക്ക് എല്ലാം, അല്ലാതെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെ ടീച്ചേഴ്സിനെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇതെങ്ങനെയാണ് യൂസ്ഫുൾ ആയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഈ നോട്ട്ബുക്ക് എല്ലമിനെ കൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകാം. അത് നിങ്ങൾ ഈ റൈറ്റ് സൈഡ് കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റുഡിയോ സെഷൻ ഉണ്ട്. ഇവിടെ നിന്ന് വീഡിയോ ഓവർവ്യൂ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോയിലേക്ക് വരും. ഇവിടെ 2 തരത്തിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. ഒന്ന്, ഒരു എക്സ്പ്ലെയിനർ വീഡിയോ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്ന ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്, വളരെ ബ്രീഫായിട്ട് ഒരു കോംപ്രിഹെൻസീവ് വ്യൂ, നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ഇത് ക്രിയേറ്റ് ചെയ്തു തരും. താഴെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പം ഇത് ട്യൂട്ടോറിയൽ മലയാളത്തിൽ നടത്തുന്നതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്യാം, ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം ഇഷ്ടംപോലെ ലാംഗ്വേജസ് ഉണ്ട്. അത് നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഏത് ടൈപ്പ് ആനിമേഷൻ ആയിട്ടാണ് ഈ വീഡിയോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതിൽ ഏതെങ്കിലും നമുക്കൊരെണ്ണം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. താഴേക്ക് വരുമ്പോൾ ഇവിടെ പ്രോംപ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സോഴ്സസിനെ എല്ലാം അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. ഇനി നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്ക് ഏതൊരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നോട്ട്ബുക്ക് എല്ലാം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ യൂസ് എന്താണ്, പ്രത്യേകിച്ചും സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളൊരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ്, ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് വീഡിയോ എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് നോട്ട്ബുക്ക് എല്ലാം, വാട്ട് ആർ ദ മെയിൻ യൂസസ് ഓഫ് നോട്ട്ബുക്ക് എല്ലാം ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കാണാം ഇവിടെ ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ട്ബുക്ക് എല്ലാം തന്നെ പറയുന്നുണ്ട് ദിസ് മേ ടേക്ക് എ വൈൽ, ഇത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്കിത് നോട്ട്ബുക്ക് എല്ലാം ഇവിടെ ലീവ് ചെയ്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇത് ജനറേറ്റ് ചെയ്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോട്ട്ബുക്ക് എല്ലാം നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞു. ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുത്തു ഈ വീഡിയോ ഒന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ തുറന്നു വരും. ഇവിടെ നിന്ന് നമുക്കിത് ഫുൾ സ്ക്രീൻ കാണാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്യാനും ബാക്ക്വേഡ് പോകാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ വീഡിയോ ഫാസ്റ്റായിട്ട് കാണാനായിട്ടും സ്ലോ ആയിട്ട് കാണാനായിട്ടും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മറ്റു ഓപ്ഷൻ ഉള്ളത്, ഇവിടെ നിന്ന് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറൊരാൾക്ക് ഈ ഒരു വീഡിയോ മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്ക് എല്ലാം പേജിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ ആളുകളുടെ ഇമെയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റൊന്നുള്ളത്, നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് എന്താണ്, എന്ത് പ്രോംപ്റ്റ് വെച്ചാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്കിവിടെ ഒരു പ്രോംപ്റ്റും നമ്മൾ കൊടുത്ത പ്രോംപ്റ്റും നമുക്ക് ഇവിടെ കാണിച്ചു തരും. പിന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ഇത് ഫുൾ സ്ക്രീനിൽ കാണാം. എനിക്ക് തോന്നുന്നു എന്താണ് നോട്ട്ബുക്ക് എല്ലാം, അല്ലെങ്കിൽ നോട്ട്ബുക്ക് എല്ലമിൻ്റെ ഒരു യൂസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതിയാവും.
വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരുപാട് ടാബുകൾ കമ്പ്യൂട്ടറിൽ തുറന്നുവെച്ച് ഇനി എവിടെ തുടങ്ങണമെന്നറിയാതെ തലപുകഞ്ഞിരുന്നിട്ടുണ്ടോ? നിങ്ങളൊരു സ്റ്റുഡന്റ് ആവാം, ഒരു റിസർച്ചർ ആവാം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാവാം. എന്തായാലും ഈയൊരു ഇൻഫർമേഷൻ ഓവർലോഡ്, അതായത് വിവരങ്ങളുടെ ഒരു പ്രളയം, നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള കാര്യമാണ്. അച്ഛാ, ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയലുകളെ മാത്രം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണൽ AI അസിസ്റ്റന്റ് കയ്യിലുണ്ടെങ്കിലോ? ആ ഒരു ടൂളിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, നോട്ട്ബുക്ക് LM. അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന പ്രശ്നത്തെക്കുറിച്ചൊന്ന് സംസാരിക്കും. പിന്നെ നമ്മുടെ പേഴ്സണൽ AI റിസർച്ച് അസിസ്റ്റന്റായ നോട്ട്ബുക്ക് LMനെ പരിചയപ്പെടും. അത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള സോഴ്സുകളെ എങ്ങനെ പുതിയ അറിവാക്കി മാറ്റാം എന്നൊക്കെ നമ്മൾ നോക്കും. അവസാനം പഠനത്തിന്റെ ഭാവിയെ ഇതെങ്ങനെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാം സ്ക്രീൻ ഏകദേശം ഇതുപോലെയായിരിക്കും, അല്ലേ? എവിടെ നോക്കിയാലും റിസർച്ച് ടാബുകൾ, പലയിടത്തായി ചിതറിക്കിടക്കുന്ന നോട്ടുകൾ, കട്ടിയുള്ള ആർട്ടിക്കിൾസ്, എവിടെ തുടങ്ങണം, ഏതാണ് ഏറ്റവും പ്രധാനം, ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ. ഇതൊക്കെ ഈ ഡിജിറ്റൽ ലോകത്ത് വളരെ സാധാരണമാണ്. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് നോട്ട്ബുക്ക് LMന്റെ എൻട്രി. ഇത് വെറുമൊരു നോട്ട് ടേക്കിംഗ് ആപ്പാണെന്ന് കരുതരുത്. അല്ല, ഇതൊരു പുതിയ തരം പാർട്ട്ണറാണ്, ഒരു ചിന്താ പങ്കാളി. നിങ്ങളുടെ റിസർച്ചിലും പഠനത്തിലുമൊക്കെ നിങ്ങളെ സഹായിക്കാനായി ഡിസൈൻ ചെയ്ത ഒരു AI കൂട്ടാളി. XDLA പാർത്ഥ് ഷാ പറഞ്ഞ ഈ ഒരു വാചകം അതിന്റെ കറക്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. നോട്ട്ബുക്ക് LM നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ടേക്കിംഗ് ആപ്പുകളെ ഒന്നും മാറ്റാനല്ല വരുന്നത്, മറിച്ച് നിങ്ങൾ അവ ഉപയോഗിക്കുന്ന രീതിയെ അടിമുടി മെച്ചപ്പെടുത്താനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനലിറ്റിക്കൽ എൻജിൻ പോലെയാണ്. നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ അത് ആഴത്തിൽ മനസ്സിലാക്കും, എന്നിട്ട് നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന കണക്ഷൻസും പുതിയ ആശയങ്ങളുമൊക്കെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നോട്ട്ബുക്ക് LM നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ AI ആണ്. അതിന്റെ ലോകമെന്ന് പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സും നോട്ട്സും ലിങ്ക്സും മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് വെറുതെ ഇന്റർനെറ്റിൽ പോയി എന്തെങ്കിലും ഊഹിച്ച് പറയില്ല. പകരം നിങ്ങൾ കൊടുത്ത വിവരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി ഉത്തരങ്ങൾ തരും. അതുതന്നെയാണ് ഇതിനെ ഇത്ര വിശ്വസനീയമാക്കുന്നതും. അപ്പോ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ നോട്ട്ബുക്ക് LMന് ഇത്ര കൃത്യതയും വിശ്വാസ്യതയുമൊക്കെ കിട്ടുന്നത്? വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇത്. നിങ്ങളുടെ സോഴ്സുകളെ ഇതെങ്ങനെയാണ് ഇത്ര ഡീപ്പായി മനസ്സിലാക്കുന്നത്? ശരി, നമുക്കിതിന്റെ പിന്നിലെ ആ രഹസ്യ ചേരുവ എന്താണെന്ന് നോക്കാം. ഇതിന്റെ പിന്നിലെ ടെക്നോളജിയുടെ പേരാണ് RAG, അതായത് റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ. ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഒരു ഓപ്പൺ ബുക്ക് എക്സാം എഴുതുന്നത് പോലെ ആലോചിച്ച് നോക്കൂ. ഉത്തരം അറിയില്ലെങ്കിൽ AI എന്തു ചെയ്യും? അത് പുസ്തകത്തിലേക്ക് നോക്കും. ഇവിടെ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത സോഴ്സുകളാണ്. എന്നിട്ട് അതിൽ നിന്ന് കൃത്യമായ ഉത്തരം കണ്ടെത്തിത്തരും. വെറുതെ ഉത്തരം തരിക മാത്രമല്ല, ഏതു സോഴ്സിൽ ഏത് പേജിൽ നിന്നാണ് ഈ വിവരം കിട്ടിയതെന്ന് ഒരു സൈറ്റേഷൻ സഹിതം പറയും. AIകൾക്ക് സാധാരണ പറ്റുന്ന ഒരു അബദ്ധമുണ്ട്, ഹാലൂസിനേഷൻ എന്ന് പറയും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി പറയുന്നത്. RAG ആ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കും. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ തിയറിയല്ലേ? ശരിക്കുള്ള ലോകത്തിത് വർക്കാവോ? അതറിയാനായിട്ട് വളരെ സീരിയസ് ആയ ഒരു മെഡിക്കൽ സാഹചര്യത്തിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി. ശ്വാസകോശത്തിലെ ക്യാൻസറിന്റെ സ്റ്റേജ് നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റ്. സമ്യപൊതുമ്പുരെ അവിടെ ഒരു ചെറിയ തെറ്റുപറ്റിയാൽ പോലും വലിയ പ്രശ്നമാണ്. അപ്പോ കൃത്യമായ മെഡിക്കൽ ഗൈഡ് ലൈൻ സോഴ്സായി കൊടുത്തപ്പോ നോട്ട്ബുക്ക് LMന് എത്ര ശതമാനം കൃത്യത കാണിക്കാൻ പറ്റിയെന്നറിയാമോ? 86%, 86%. എത്ര സങ്കീർണമായ മെഡിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലാണ് ഈ ഒരു കൃത്യത കാണിച്ചതെന്നോർക്കണം. ഈ ഒരൊറ്റ കണക്ക് മതി ഇതിന്റെ പവർ മനസ്സിലാക്കാൻ. ഈ ചാർട്ട് നോക്കിയാൽ കഥ മുഴുവൻ മനസ്സിലാവും. കണ്ടോ, വിശ്വസനീയമായ അതായത് ആരൊക്കെ കൊടുത്തപ്പോൾ നോട്ട്ബുക്ക് LMന്റെ കൃത്യത 86%. നേരെ മറിച്ച് അതേ സോഴ്സുകൾ കൊടുത്തിട്ട് പോലും GPT-4o പോലുള്ളൊരു വലിയ മോഡലിന് കിട്ടിയത് വെറും 39%. ഇനി സോഴ്സ് ഒന്നുമില്ലാതെ വെറുതെ ചോദിച്ചപ്പോഴോ 25% മാത്രം. അപ്പൊ എന്താണിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വെറുതെ ഒരു AIയോട് ഒരു ചോദ്യം ചോദിക്കുന്നതും നമ്മുടെ സ്വന്തം വിശ്വസനീയമായ സോഴ്സുകളെ അടിസ്ഥാനമാക്കി ഉത്തരം തരുന്നൊരു AIയോട് ചോദിക്കുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. ഓക്കേ, അപ്പോൾ ഈ ടെക്നോളജി നമ്മളുടെയൊക്കെ ഡെയിലി ലൈഫിൽ, അതായത് പഠനത്തിലും റിസർച്ചിലുമൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക? വളരെ സിമ്പിളായ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇതിനുള്ളത്. നമുക്കതൊന്ന് നോക്കാം. ഇത് ശരിക്കും വളരെ എളുപ്പമാണ്. സ്റ്റെപ്പ് 1, നിങ്ങളുടെ സോഴ്സുകൾ ആഡ് ചെയ്യുക. അത് PDF-കളാവാം, വെബ്സൈറ്റ് ലിങ്കുകളാവാം, നിങ്ങളുടെ സ്വന്തം നോട്ടുകളാവാം, എന്തും. സ്റ്റെപ്പ് 2, ഈ സോഴ്സുകളുമായിട്ട് ചാറ്റ് ചെയ്യുക. നിങ്ങൾക്കിങ്ങനെ ചോദിക്കാം, ഈ ആർട്ടിക്കിളിലെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഈ 2 തിയറികളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാമോ എന്നൊക്കെ.
ഇനി സ്റ്റെപ്പ് 3. ഈ സംഭാഷണങ്ങളിൽ നിന്ന് പുതിയ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതൊരു സമ്മറി ആവാം, ഒരു സ്റ്റഡി ഗൈഡ് ആവാം, എന്ന് വേണമെങ്കിലും ആകാം. എന്തൊക്കെ തരം ഫയലുകൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കിക്കേ. PDF, ഗൂഗിൾ ഡോക്സ്, സ്ലൈഡ്സ് ഒക്കെ പറ്റും. വെബ്സൈറ്റ് ലിങ്കുകൾ, യൂട്യൂബ് വീഡിയോയുടെ ലിങ്കുകൾ, എന്തില് നിങ്ങൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഫയലുകൾ വരെ ഇതിൽ അപ്ലോഡ് ചെയ്യാം. ചിത്രങ്ങളും കോപ്പി പേസ്റ്റ് ചെയ്ത ടെക്സ്റ്റുമൊക്കെ സപ്പോർട്ട് ചെയ്യും. ഒരു നോട്ട്ബുക്കിൽ ഏകദേശം 50 സോഴ്സുകൾ വരെ ചേർക്കാം. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം ഒരു മിനി ലൈബ്രറി തന്നെ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇതിന്റെ യഥാർത്ഥ മാജിക് തുടങ്ങുന്നത് ഇവിടെയാണ്, സ്റ്റുഡിയോ എന്ന ഫീച്ചറിലൂടെ. നിങ്ങൾ കൊടുത്ത എല്ലാ സോഴ്സുകളെയും അടിസ്ഥാനമാക്കി നോട്ട്ബുക്ക് LMന് നിങ്ങൾക്കായി പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിത്തരാൻ പറ്റും. നിങ്ങൾക്കൊരു സ്റ്റഡി ഗൈഡ് വേണോ? അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് പോലെ കേൾക്കണോ? അതുമല്ലെങ്കിൽ ക്വിസുകൾ, മൈൻഡ് മാപ്പുകൾ, എന്തിന് പ്രസന്റേഷനുള്ള സ്ലൈഡുകൾ വരെ, ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ നോട്ട്ബുക്ക് LM നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിത്തരും. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ ഒരു സ്റ്റുഡന്റിനോ ടീച്ചർക്കോ ഇതെങ്ങനെയാണ് ഉപകാരപ്പെടുക? എങ്ങനെയാണ് സമയം ലാഭിക്കാൻ സഹായിക്കുക? നമുക്ക് കുറച്ച് യഥാർത്ഥ ഉപയോഗങ്ങൾ തന്നെ നോക്കാം. ഈ ഒരു താരതമ്യം നോക്കൂ. ഇടതുവശത്തുള്ളത് പഴയ രീതി. 5-6 ആർട്ടിക്കിൾസ് വായിക്കുക, വീഡിയോസ് കാണുക, കുറേ നോട്ടുകൾ എഴുതുക, അതിൽ നിന്ന് പ്രധാന പോയിന്റുകൾ കണ്ടെത്താൻ കഷ്ടപ്പെടുക. മണിക്കൂറുകൾ പോകും. ഇനി വലതുവശത്ത് നോക്കൂ. നോട്ട്ബുക്ക് LM ഉപയോഗിക്കുന്ന രീതി. എല്ലാ സോഴ്സും ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്യുക, കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, സൈറ്റേഷനോടുകൂടി അപ്പം തന്നെ ഉത്തരം കിട്ടുക, മിനിറ്റുകൾക്കുള്ളിൽ ഒരു സ്റ്റഡി ഗൈഡ് റെഡി. ഇത് നമ്മുടെ സമയം ലാഭിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ മടുപ്പിക്കുന്ന പണികളിൽ നിന്ന് നമ്മളെ ഫ്രീ ആക്കിയിട്ട് യഥാർത്ഥ ചിന്തയ്ക്കും അനാലിസിസിനും വേണ്ടി സമയം തരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. റെഡിറ്റിലെ ഒരു യൂസർ, ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, പറഞ്ഞത് കേൾക്കൂ. ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു ഫുൾ ടൈം റിസർച്ച് അഡ്മിൻ എപ്പോഴും കൂടെയുള്ളതുപോലെയാണ്. എനിക്ക് ബസ്സിലിരുന്നും ക്ലാസുകൾക്കിടയിലും ഷിഫ്റ്റിന്റെ ഇടവേളയിലുമൊക്കെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു റിസർച്ച് അസിസ്റ്റന്റിനെ കൊണ്ടു നടക്കുന്നത് പോലെയാണിത്. ഇനി ഈയൊരു ഉദാഹരണം കേട്ടുനോക്കൂ. ഇത് ശരിക്കും അടിപൊളിയാണ്. വേറൊരു റെഡിറ്റ് യൂസർ പറയുകയാണ്, എന്റെ മകളുടെ സ്കൂളിൽ നിന്ന് അവരുടെ യാത്രയുടെ വിവരങ്ങൾ ബൾഗേറിയൻ ഭാഷയിലുള്ള ഒരു PDF ആയിട്ട് അയച്ചു തന്നു. അദ്ദേഹം ആ PDF അതേപടി നോട്ട്ബുക്ക് LMൽ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ആ യാത്രയുടെ മുഴുവൻ കാര്യങ്ങളും ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് കേൾക്കുന്നത് പോലെ കേട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭാഷയുടെ അതിരുകൾ പോലും ഇത് എത്ര എളുപ്പത്തിലാണ് ഇല്ലാതാക്കുന്നത്. അപ്പോ ഇതെല്ലാം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വിവരങ്ങളുമായി നമ്മൾ ഇടപഴകുന്ന രീതി, പുതിയ ആശയങ്ങൾ നമ്മൾ കണ്ടെത്തുന്ന രീതി, ഇതിനെല്ലാം ഇതെങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ ഇതായിരിക്കാം പഠനത്തിന്റെ ഭാവി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്. നോട്ട്ബുക്ക് LM നമ്മളെ വെറുതെ വിവരങ്ങൾ വായിച്ചു തീർക്കുന്നവരിൽ നിന്ന് ആ വിവരങ്ങളുമായി സംസാരിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന, പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളാക്കി മാറ്റുന്നു. അതായത് നമ്മൾ വെറുമൊരു കൺസ്യൂമർ എന്ന നിലയിൽ നിന്ന് മാറി ഒരു ക്രിയേറ്ററായി, ഒരു ആക്റ്റീവ് പാർട്ട്ണറായി മാറുകയാണ്. അപ്പോ അവസാനത്തൊരു ചോദ്യം, നിങ്ങളുടെ അടുത്ത വലിയ ആശയം എവിടെ നിന്നായിരിക്കും വരുന്നത്? അത് നിങ്ങളിൽ നിന്നും മാത്രമായിരിക്കുമോ? അതോ നിങ്ങളുടെ ഈ AI റിസർച്ച് അസിസ്റ്റന്റിന്റെയും ഒരുമിച്ചുള്ള ഒരു ശ്രമത്തിൽ നിന്നായിരിക്കുമോ? ഒന്നോർക്കുക, നോട്ട്ബുക്ക് LM പോലുള്ള ടൂളുകൾ മനുഷ്യന്റെ കഴിവിനെ ഇല്ലാതാക്കാനല്ല, മറിച്ച് വർദ്ധിപ്പിക്കാനാണ് വരുന്നത്. നമ്മുടെ ചിന്തകളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പുതിയ കൂട്ടുകെട്ടിന്റെ തുടക്കമായിരിക്കാമത്. ഈ വിവരണം കണ്ടതിന് എല്ലാവർക്കും നന്ദി. എന്താണ് നോട്ട്ബുക്ക് LM എന്നതിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് നോട്ട്ബുക്ക് LM ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ കണ്ടന്റ് ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള സ്റ്റുഡിയോ സെഷനിൽ വീഡിയോ ഓവർവ്യൂ എടുക്കുക, അവിടെ എക്സ്പ്ലെയിനറായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം, ബ്രീഫായിട്ട് ഉള്ളൊരു എക്സ്പ്ലനേഷനായിട്ടും വീഡിയോ നമുക്ക് ചെയ്യാം. അങ്ങനെ ഈ 2 രീതിയിലും ചെയ്യാം. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ആ ലാംഗ്വേജിലായിരിക്കും വീഡിയോയും അതിൻ്റെ എക്സ്പ്ലനേഷനും ഓഡിയോ ഔട്ട്പുട്ടും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഏത് ടൈപ്പ് ഓഫ് ആനിമേഷൻ നമുക്ക് വേണം എന്ന് ചൂസ് ചെയ്യാം. പിന്നീട് പ്രോംപ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ജനറേറ്റ് ചെയ്യുക, വീഡിയോ നമുക്ക് ജനറേറ്ററായി വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യും എന്ന് നമ്മൾ കാണും. താങ്ക് യു.